പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ നിയമവ്യവസ്ഥയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും വെല്ലുവിളിക്കുന്നത് മമതാ ബാനർജിക്ക് പുത്തരിയല്ലെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അവരുടെ രാഷ്ട്രീയ ധാർമ്മികതയെ വീണ്ടും പ്രതികൂട്ടിലാക്കുകയാണ്. നീണ്ട 1.5 പതിറ്റാണ്ടോളം മുഖ്യമന്ത്രി കസേരയിലിരുന്ന ഒരാൾ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് കൊൽക്കത്ത ഹൈക്കോടതിയിൽ അഭിഭാഷക വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അത്യന്തം ഗൗരവകരമായ ചട്ടലംഘനം എന്നല്ലാതെ ഈ സംഭവത്തെ കാണാൻ കഴിയില്ല. കേവലം ഒരു രാഷ്ട്രീയ നാടകത്തിനപ്പുറം രാജ്യത്തെ നിയമ സംവിധാനത്തോടുള്ള പരസ്യമായ പരിഹാസമാണ് മമതയുടെ ഈ നടപടിയിൽ നിഴലിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ കർക്കശമായ നടപടികളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മമതയുടെ അഭിഭാഷക എൻറോൾമെന്റ് നിലവിലുണ്ടോ എന്നും മുഖ്യമന്ത്രി എന്ന ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് അവർ എങ്ങനെ അഭിഭാഷക വേഷം അണിഞ്ഞുവെന്നും വിശദമാക്കാൻ BCI അന്ത്യശാസനം നൽകി കഴിഞ്ഞു. മുഖ്യമന്ത്രി ആയിരുന്നു എന്ന നിലയിൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന വ്യക്തിക്ക് ഒരിക്കലും ഒരേ സമയം അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരം ലാഭകരമായ മറ്റൊരു ജോലിയിൽ ഏർപ്പെടുന്നവർ തങ്ങളുടെ എൻറോൾമെന്റ് സസ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മമതാ ബാനർജി ഇത്തരം കീഴ്വഴക്കങ്ങളോ നിയമങ്ങളോ പാലിച്ചിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 2011 മുതൽ 2026 വരെ ബംഗാളിന്റെ അധികാരം കൈയാളിയ മമത ഈ കാലയളവിൽ തന്റെ അഭിഭാഷക ലൈസൻസ് റദ്ദാക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നിരിക്കെ ഒരു മുഖ്യമന്ത്രിക്ക് മാത്രം എങ്ങനെ പ്രത്യേക ഇളവ് ലഭിക്കുമെന്ന ചോദ്യമാണ് ഇന്ന് പൊതുസമൂഹം ഉയർത്തുന്നത്. ഇതിനു പുറമെയാണ് മമതയുടെ ഭരണകാലത്ത് ബംഗാളിലുടനീളം അരങ്ങേറിയ അഴിമതി കഥകളും രാഷ്ട്രീയ അക്രമങ്ങളും ചർച്ചയാകുന്നത്. അധ്യാപക നിയമന അഴിമതി മുതൽ തൃണമൂൽ നേതാക്കൾ ഉൾപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ വരെ ബംഗാളിന്റെ പ്രതിച്ഛായയെ തകർത്തിട്ടുണ്ട്. ഭരണകൂട ഭീകരത ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്തുന്ന മമത ഇപ്പോൾ കോടതി മുറിക്കുള്ളിലും സമാനമായ രീതിയിൽ നിയമത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് വാസ്തവം. മെയ് 14 അയച്ച കത്തിലൂടെ BCI ആവശ്യപ്പെട്ടിരിക്കുന്നത് മമതയുടെ എൻറോൾമെന്റ് നമ്പർ, തീയതി, അവരെപ്പോഴെങ്കിലും പ്രാക്ടീസ് നിർത്തിവെച്ചതായി അറിയിച്ചിട്ടുണ്ടോ തുടങ്ങിയ കൃത്യമായ വിവരങ്ങളാണ്. വെറും 2 ദിവസത്തെ സമയം മാത്രമാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പശ്ചിമ ബംഗാൾ ബാർ കൗൺസിലിന് നൽകിയിരിക്കുന്നത്. കോടതികളിൽ അഭിഭാഷകർ പാലിക്കേണ്ട വേഷധാരണ ചട്ടങ്ങളും പ്രൊഫഷണൽ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നേട്ടത്തിനായി കറുത്ത കോട്ടിട്ട മമതയുടെ നടപടി നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ അപമാനമാണ്. താൻ നിയമത്തിന് മുകളിലാണെന്ന അഹങ്കാരമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. ജനാധിപത്യ മൂല്യങ്ങളെ കശാപ്പ് ചെയ്യുന്ന ഭരണശൈലി പിന്തുടരുന്ന മമതയ്ക്ക് ഈ നിയമക്കുരുക്കിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ഊരിപ്പോരാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. ബംഗാളിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ കബളിപ്പിക്കാൻ കഴിയില്ലെന്ന ശക്തമായ താക്കീതാണ് ബാർ കൗൺസിലിന്റെ ഈ ഇടപെടൽ. വരും ദിവസങ്ങളിൽ മമതയുടെ രാഷ്ട്രീയ ഭാവിയിൽ ഈ വിവാദം വലിയ നിഴൽ വീഴ്ത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല.